Now we are entering into the second module. Here it explains the highway construction procedure. So in this topic, in this module, the topics are divided into three parts. One is material and the other one is payments and construction. In the material part, we will be dealing with what are the different materials used for the construction of a pavement. നമുക്കറിയാം സാധാരണ മെറ്റീരിയൽസ് വരുന്നതെന്ന് പറഞ്ഞാൽ റോഡിൽ ഒന്ന് റോഡിന്റെ മെറ്റീരിയൽ ഇപ്പോൾ ഒരു ബിറ്റുമൻ റോഡാണെങ്കിൽ ദർ വിൽ ബി അഗ്രിഗേറ്റ്സ് ആൻഡ് ബിറ്റുമൻ. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു ടാറിട്ട റോഡിന്റെ അടിഭാഗത്ത് സോയിൽ ഉണ്ടാവും അല്ലെ, സബ്ഗ്രേഡ് സോയിൽ എന്ന് പറയും. സോ സോയിലും ബിറ്റുമിനും ഈ അഗ്രിഗേറ്റ്സ് ആണ് നമ്മളെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഓഫ് എ റോഡ് പേവ്മെന്റ്. ദെൻ അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു ടോപ്പിക്. സെക്കൻഡ് ടോപ്പിക് ഈസ് പേവ്മെന്റ്സ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേവ്മെന്റ്? നമുക്കറിയാം ബിറ്റുമിനസ് പേവ്മെന്റ് ഒരു ടൈപ്പ് ഓഫ് പേവ്മെന്റ് ആണ്, വിച്ച് ഇസ് നോൺ ആസ് ദ ഫ്ലെക്സിബിൾ പേവ്മെന്റ്. Then there is concrete payments, which is known as the rigid pavement. So ഈ രണ്ട് പേയ്മെന്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് second topic. Then third topic, how a bituminous pavement is constructed. So these are the three topics we will be discussing in this module. Okay. So coming to the first portion, that is the pavement materials. നേരത്തെ പറഞ്ഞു നമുക്ക് മൂന്ന് മെറ്റീരിയൽസ് ആണുള്ളത്. ഒന്ന് സബ്ഗ്രേഡ് സോയിൽ അല്ലെങ്കിൽ സോയിൽ ഇറ്റ് സെൽഫ്, ദെൻ അഗ്രിഗേറ്റ് ആൻഡ് ദെൻ ബൈൻഡിങ് മെറ്റീരിയൽ വിച്ച് ഇസ് നോൺ ആസ് ദ ബിറ്റുമൻ, നമ്മൾ ടാർ എന്ന് പറയുന്ന ബൈൻഡിങ് മെറ്റീരിയൽ. അപ്പോൾ ഈ ഓരോ മെറ്റീരിയൽസിലെയും ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മളിനി കവർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് സോയിലിനെ പറ്റിയിട്ടൊന്ന് പഠിക്കാം. സോ സബ്ഗ്രേഡ് സോയിൽ എന്നാ പറയാം. സബ്ഗ്രേഡ് ഈ ബിറ്റുമൻ പേവ്മെന്റിന്റെ അല്ലെങ്കിൽ പേവ്മെന്റിന്റെ അടിയിൽ ഭാഗത്ത് വരുന്ന സോയിലാണ് സബ്ഗ്രേഡ് സോയിൽ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ദ കമ്മിങ് ബിനീത് ദ പേവ്മെന്റ് ആൻഡ് ഇറ്റ്സ് സ്പെഷ്യൽ അണ്ടർ കോഴ്സ്. സ്പെഷ്യൽ കോഴ്സ് സെപ്പറേറ്റ് വെറുതെ ഒരു മണ്ണിൽ അല്ല പേയ്മെന്റ് ഇടുന്നത്, നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തതിനു ശേഷമാണ് പേയ്മെന്റ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ട്രീറ്റഡ് അല്ല സ്പെഷ്യൽ അണ്ടർ കോഴ്സ് ഇസ് കോൾഡ് എ സബ്ഗ്രേഡ്. എന്താണ് ഇതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് റിസീവ്സ് ദ ലോഡ് ഡയറക്ട്ലി ഫ്രം ദ പേവ്മെന്റ് and gives adequate support to the pavement. അപ്പോൾ ഈ റോഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഈ എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ, ദാറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ഇസ് ത്രൂ ദിസ് സബ്ഗ്രേഡ് സോയിൽ. ഈ സബ്ഗ്രേഡ് സോയിൽ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് സോയിൽ അക്യുമുലേഷൻ ഓഫ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഓഫ് എർത്ത് മെറ്റീരിയൽസ്. അത് രണ്ട് തരത്തിലുണ്ടാവാം. നാച്ചുറൽ സബ്ഗ്രേഡ് എന്ന് പറയും അല്ലെങ്കിൽ കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ് എന്ന് പറയും. ഇപ്പം നാച്ചുറൽ സബ്ഗ്രേഡ് എന്ന് പറയുന്നത് സാധാരണ ഈ ഉറച്ച മണ്ണില്, നല്ല ഉറച്ച ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്താൽ മതിയാവും, നല്ല സ്ട്രോങ് ആയിരിക്കും. സച്ച് ഈസ് നോൺ ആസ് സബ്ഗ്രേഡ്, നാച്ചുറൽ സബ്ഗ്രേഡ് എന്ന് പറയുന്നു. ചില സ്ഥലങ്ങളിൽ അതേ സമയത്ത് മണ്ണ് ചിലപ്പോൾ ചളിയായിരിക്കാം അല്ലെങ്കിൽ അവിടെ ലൂസ് സോയിലായിരിക്കാം. അപ്പോൾ അതിനെ കോമ്പാക്ട് ചെയ്ത് നമുക്ക് വേണ്ട സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരണം. കോമ്പാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് സ്ട്രെങ്ത് കൂടുക. സോ ദാറ്റ് ഈസ് ദ കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. സോ സബ്ഗ്രേഡ് ഈസ് ദാറ്റ് പോർഷൻ വിച്ച് ഇസ് ഗിവിംഗ് ദ സപ്പോർട്ട് ടു ദ റോഡ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സബ്ഗ്രേഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. ഇതാണ് ഒരു ട്രീറ്റഡ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു പ്രിപ്പയറിംഗ് ദ സബ്ഗ്രേഡ് ആണ്. ഇവിടെ ആദ്യം റോളർ ചെയ്ത് തന്നെ റോളർ കൊണ്ട് റോൾ ചെയ്ത് സ്ട്രോങ് ആക്കി മാറ്റുന്നു. പിന്നെ ഒന്നൊരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ജിയോ സിന്തറ്റിക് ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത് ഇവിടെ. കാരണം ഇതൊക്കെ ടെൻസൈൽ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഒരു കംപ്രസീവ് സ്ട്രെസ് മാത്രമല്ല, ഒരു ടെൻസൈൽ സ്ട്രെങ്ത് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ പോളിമർ സിന്തറ്റിക് പോളിമേഴ്സ് വിരിച്ചിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇതൊക്കെ ഹൈവേ റോഡ്സിലും ഹെവി ലോഡഡ് വെഹിക്കിൾസ് മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ രീതിയിൽ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വി വിൽ സീ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സബ്ഗ്രേഡ് സോയിൽ. എന്തിനാണ് ഈ സബ്ഗ്രേഡ് സോയിൽ ഇത്ര സ്ട്രോങ് ആവേണ്ട ആവശ്യം? ദ മെയിൻ ഫംഗ്ഷൻ ഈസ് ദ gives adequate support. നേരത്തെ നമ്മൾ പറഞ്ഞു to pavement, and for this the subgrade should possess sufficient stability under adverse climate and loading condition. വേരിയസ് ക്ലൈമാറ്റിക് കണ്ടീഷൻ, മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാം, വേനൽക്കാലത്ത് വളരെ ഡ്രൈ ആയിരിക്കാം, മഞ്ഞുകാലത്ത് ചിലപ്പം ഫ്രോസ്റ്റ് ആക്ഷൻ ഉണ്ടാവാം. ഇങ്ങനെ എല്ലാ വേരിയസ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിലും ഡിഫറെന്റ് ലോഡിങ് കണ്ടീഷനും. ഒരു കാറുകൾ മാത്രം പോകുന്ന റോഡായിരിക്കാം, അവിടെ ചിലപ്പോൾ ഒരു ഹെവി ലോഡ് ട്രക്ക് വന്നേക്കാം. അങ്ങനെ ഡിഫറെന്റ് ലോഡിങ് കണ്ടീഷനിലും ഈ പേയ്മെന്റിന് സഫിഷ്യന്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സബ്ഗ്രേഡ് സോയിലിന്റെ പ്രാഥമിക ധർമ്മം. ഓക്കെ,
ഇനി അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് പേയ്മെന്റ്സ്, ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഉണ്ട്, കോൺക്രീറ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ റിജിഡ് പേയ്മെന്റ് ഉണ്ട്. ഈ ഫ്ലെക്സിബിൾ പേയ്മെന്റ്സിൽ ഫെയിലർ നമുക്ക് കാണാം. റട്ട് എന്ന് പറഞ്ഞൊരു ഫെയിലർ ഉണ്ട്. റട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വെഹിക്കിൾ പോകുന്ന ആ ട്രാക്കിൽ, ആ 2 ടയർ പാത്തിൽ, വീൽ പാത്തിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അവിടെ കുറച്ച് കുഴിഞ്ഞിരിക്കും ആ പോർഷനിൽ മാത്രം. നമുക്ക് നാട്ടിൻപുറത്തൊക്കെ റോഡുകളിൽ കാണാം. പ്രത്യേകിച്ച് മണ്ണിട്ട റോഡൊക്കെ ആണെങ്കിൽ, ഗ്രേവൽ റോഡ്സ് അല്ലെങ്കിൽ സോയിൽ റോഡ്സ് ആണെങ്കിൽ അവിടെ ഈ ലോറി പോകുന്ന സ്ഥലങ്ങൾ 2 സൈഡിലും താണിട്ട് കാണാം. പണ്ടൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇപ്പം അങ്ങനത്തെ മൺപാതകൾ കുറവായതുകൊണ്ട് അത്ര അറിയുന്നില്ല. എനിവേ, ഈ വെഹിക്കിളിന്റെ വീല് പോകുന്ന ഭാഗത്തായിരിക്കും കൂടുതൽ ഫെയിലിയർ ഉണ്ടാവുന്നത്. കാരണം അവിടെ കൂടുതൽ ലോഡ് അവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലോഡ് കോൺസെൻട്രേഷൻ എന്ന് പറയാം, ഡിസ്ട്രിബ്യൂഷൻ അല്ല ശരിക്കും. അവിടെ റോഡ്, ഈ പാത്തിലേക്ക് റോഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ദ റട്ടിങ്. കണ്ടിന്യൂസ് മൂവ്മെന്റ് കൊണ്ട് ആ ഭാഗം താണിരിക്കും. ദെൻ കോറുഗേഷൻസ്. ഇത് ചില സ്ഥലങ്ങളിൽ കാണാം, റോഡിൽ വേവ്സ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ റിപ്പിൾ ഹമ്പ് കൊടുത്ത പോലെ ചില സ്ഥലങ്ങളിൽ കാണാം. ചില അൻഡുലേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ഈ സബ്ഗ്രേഡ് സോയിലിന്റെ ഫെയിലിയർ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇനി കോൺക്രീറ്റ് റോഡിലേക്ക് വരികയാണെങ്കിൽ, കോൺക്രീറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കാം, പക്ഷെ കോൺക്രീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സോയിലിന് സ്ട്രെങ്ത് ഇല്ല എങ്കിൽ ഈ വെഹിക്കിൾ ഇതിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷന്റെ ഭാഗമായിട്ട് ഈ കോൺക്രീറ്റ് പേയ്മെന്റ് അടിഭാഗത്തെ സോയിൽ കുറച്ചൊന്ന് പുറത്തേക്ക് ലൂസായിട്ട് പോകും. പമ്പിങ് അല്ലെങ്കിൽ ബ്ലോയിങ് എന്ന് പറയും. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും അവിടെ കോൺക്രീറ്റ് പേയ്മെന്റ് അടിയിൽ ശരിക്കുള്ള സപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ കോൺക്രീറ്റ് പേയ്മെന്റിന് ക്രാക്ക് വരാം. അപ്പോൾ ഈ രീതിയിൽ ഫെയിലർ സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഫെയിലർ സംഭവിക്കാതിരിക്കാനാണ് ഈ സബ്ഗ്രേഡ് സോയിലിന്റെ സ്ട്രെങ്ത് വളരെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, സോ ദിസ് സബ്ഗ്രേഡ് സോയിൽ ഷുഡ് ഹാവ് സം desirable properties. They are, one is stability. സ്റ്റേബിൾ ആയിരിക്കണം. ഒരു പെർമനന്റ് ഡിഫോർമേഷൻ ഉണ്ടാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫെയിലർ ഉണ്ടാവാത്ത രീതിയിൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. ദെൻ ഇൻകംപ്രസിബിലിറ്റി. ഇൻകംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഡ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വെഹിക്കിൾസ് മൂവ് ചെയ്യുന്ന സമയത്ത് കംപ്രസിബിൾ ആവരുത്. അത് ഒന്ന് കൂടുതൽ കോമ്പാക്റ്റഡ് ആവാൻ പാടില്ല, അത്രയും സ്ട്രോങ് ആയി നിൽക്കണം. വെഹിക്കിൾ പോകുമ്പോൾ അത് പ്രസ് ആവാൻ പാടില്ല. ദെൻ പെർമനൻസി ഓഫ് ദ സ്ട്രെങ്ത്. പെർമനൻസി സ്ട്രെങ്ത് നേരത്തെ പറഞ്ഞ റിലേറ്റഡ് ആയിട്ടാണ്. എല്ലാ സമയത്തും ഒരേ സ്ട്രെങ്ത്, മഴക്കാലമായാലും വേനൽക്കാലമായാലും മഞ്ഞുകാലമായാലും ഒക്കെ ഒരേ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ദെൻ മിനിമം വേരിയേഷൻ ഇൻ ദ വോളിയം. അതെപ്പോഴാണ് വരുന്നത്? ഇപ്പം മഴക്കാലത്ത് വെള്ളം കുടിച്ച് ഒന്ന് ചീർത്ത് വരും, വീതി ഒന്ന് ഹൈറ്റ് ഒന്ന് ബൾജ് ചെയ്ത് വരും. വേനൽക്കാലത്ത് അതേ സമയത്ത് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ എക്സ്പാൻഷൻ വളരെ കുറവായിരിക്കണം. വേനൽക്കാലത്ത് വല്ലാതെ ചുരുങ്ങലും മഴക്കാലത്ത് വല്ലാതെ വീർത്ത് വരലും ഉണ്ടാവാൻ പാടില്ല. അതൊരു മിനിമം വേരിയേഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ദ മിനിമം ഡിഫറൻഷ്യൽ എക്സ്പാൻഷൻ. ആ രീതിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ ഗുഡ് ഡ്രെയിനേജ്. നല്ല ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം. ഡ്രെയിനേജ് ഇല്ലെങ്കിൽ വെള്ളം അവിടെ കെട്ടിക്കിടക്കാനും, അതേ സമയത്ത് ആ കെട്ടിക്കിടക്കുന്ന വെള്ളം, നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേയ്മെന്റിന്റെ 2 തരത്തിലാണ് ഡ്രെയിനേജ് കൊണ്ട്, വാട്ടർ ലോഗ് കൊണ്ട് ഉണ്ടാവുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഒന്ന് ബിറ്റുമിനും അഗ്രിഗേറ്റും തമ്മിലുള്ള ആ ഒരു പേസ്റ്റിങ്ങിനെ, ആ ഒരു കോണ്ടാക്റ്റിനെ നശിപ്പിക്കും. ഒന്നത്. രണ്ടാമത് സബ്ഗ്രേഡിനെ മൊത്തം സ്ട്രെങ്ത് കുറയ്ക്കും വെള്ളം കെട്ടി നിൽക്കുമ്പോൾ. അങ്ങനെ ഉണ്ടാവാതെ ഡ്രെയിൻ ചെയ്ത് പോകണം സബ്ഗ്രേഡ് സോയിലിൽ കൂടെ വെള്ളം. റോഡിലെ വെള്ളം ഡ്രെയിൻ ചെയ്യുന്ന പോകുന്ന പോലെ തന്നെ സബ്ഗ്രേഡ് സോയിലിന്റെ പോർഷനിലും വെള്ളം ഒഴിഞ്ഞു പോയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സസീവ് മോയ്സ്ചർ റിട്ടൻഷൻ ഒഴിവാക്കാൻ വേണ്ടി. കൂടുതൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ മഴക്കാലത്ത് സ്ട്രെങ്ത്തിന്റെ പ്രശ്നം വരും. വേനൽക്കാലത്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തിട്ട് നേരത്തെ കണ്ട പോലെ വോളിയത്തിൽ പ്രശ്നം വരുമ്പം വോളിയം ചുരുങ്ങുന്ന സമയത്ത് ക്രാക്കുകൾ വന്നേക്കാം. ഇനി അല്ല, മഞ്ഞുകാലത്താണെങ്കിൽ, കേരളത്തിൽ നമുക്ക് അത്ര ബാധകമല്ല, മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഫ്രോസ്റ്റ് ആക്ഷൻ ഉണ്ടാവും. ഫ്രോസ്റ്റ് ആക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം ഐസിന്റെ വോളിയം കൂടുതലാവും. ഇപ്പോൾ വോളിയം കൂടുതലാകുമ്പോൾ ഇതിന്റെ സോയിൽ പാർട്ടിക്കിൾസിനുള്ളിൽ ഒരു തള്ളൽ വരും. തള്ളുന്ന വരുന്ന സമയത്ത് ക്രാക്ക് വരും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, ഈ എക്സസീവ് മോയ്സ്ചർ കണ്ടന്റ് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എക്സസീവ് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. സോ we should have a good drainage for this subgrade soil. The last point is ease of compaction. വളരെ ഈസി ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നല്ല ഈസിയായിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റണം. കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് അത് ചളിപൊളി പോലെ നിൽക്കാതെ നല്ല കോമ്പാക്റ്റഡ് ആയി കിട്ടണം. ഡ്രൈ ഡെൻസിറ്റി വളരെ ഹൈ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രെങ്ത് കൂടുള്ളൂ. So these are the disable properties of a subgrade soil.
Then another topic is the index properties of soils. Index property എന്ന് പറയുന്നത് സാധാരണ grain size distributionും liquid limit and plasticity indexും ആണ്. Grain size distribution, ഇവിടെ കാണാം നമുക്ക് grain size distribution, then liquid limit and plasticity index. എന്തൊക്കെയാണ് ഇതെന്ന് പറയുന്നത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് grain size distribution നോക്കാം. grain size എന്താണെന്നുള്ളത്. സാധാരണ ഇത് കണ്ടുപിടിക്കുന്നത് മെക്കാനിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ്. മെക്കാനിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് സീവ് അനാലിസിസ് ഉണ്ട്, പിന്നെ സെഡിമെന്റേഷൻ അനാലിസിസ് ഉണ്ട്. ഡ്രൈ സോയിൽ ആണെങ്കിൽ സീവ് അനാലിസിസും, ഒരു വെറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അത് ചളി ഒക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ സമയത്ത് സെഡിമെന്റേഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഇതിൽ ചെയ്യുന്നത് ഡിഫറെന്റ് സൈസസ് ഓഫ് മെറ്റീരിയൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഒരു സാമ്പിൾ സോയിൽ പലതരത്തിലുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും, പല ഗ്രെയിൻ സൈസ് ഉണ്ടാവും അല്ലേ. അപ്പൊ ആ ഗ്രെയിൻ സൈസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ സീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഒരു ഓരോ സീവും ഡിഫറെന്റ് സൈസസ് ഓഫ് സീവ്സ് എടുക്കുന്നു. ദിസ് ഇസ് എ സിമ്പിൾ ടെസ്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സീവിംഗ് എ മെഷേർഡ് ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ ത്രൂ സക്സസീവ് സ്മോളർ സീവ്സ്. എന്നിട്ട് വെയിറ്റ് റീറ്റൈൻഡ് ഓൺ ഈച്ച് സീവ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സാമ്പിൾ. ഇപ്പം പലതരത്തിലുള്ള സീവിൽ കൂടെ അരിച്ചെടുക്കുന്ന സമയത്ത് ഓരോ തട്ടിലും റീമൈൻ ചെയ്യുന്നതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആ ഒരു സാമ്പിളിൽ ഇത്ര പെർസെൻറ്റേജ് ഗ്രെയിൻ വലിയ കോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് സാൻഡ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് സിൽറ്റ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് ക്ലേ ഉണ്ട് എന്ന് മനസ്സിലാവും. ഈ 75 മൈക്രോണിന് താഴെ വരുന്നതാണ് ശരിക്ക് ഒഴിവാക്കപ്പെടുന്നത്. അത് ശരിക്ക് സാധാരണ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ദ സെഡിമെന്റേഷൻ അനാലിസിസ്, വെള്ളത്തിൽ കലക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഫോർ ദാറ്റ് ഹൈഡ്രോമീറ്റർ അല്ലെങ്കിൽ പിപ്പറ്റ് മെത്തഡാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത്രമാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്താണ് ഗ്രെയിൻ സൈസ് അനാലിസിസ്. അപ്പോൾ ഗ്രെയിൻ സൈസ് ഡിഫറെൻറ്റ് ഗ്രെയിൻ സൈസിന് എത്ര പെർസെൻറ്റേജ് ഈ സാമ്പിൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കൂടുതൽ ചളിയുള്ള മണ്ണാണോ, അല്ലെങ്കിൽ കൂടുതൽ സാൻഡ് പാർട്ടികൾ ഉള്ളതാണോ, അല്ലെങ്കിൽ കൂടുതൽ ഗ്രേവൽ ഉള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീവ് അനാലിസിസ് നടത്തുന്നത്. ഫ്രം ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് ദ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് വേറെ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ രണ്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ആണ്. അപ്പൊ ഇതിനെ ജനറലി കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്ന് പറയും. ഈ കൺസിസ്റ്റൻസി ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ആറ്റബർഗ്സ് ലിമിറ്റ് അല്ലെങ്കിൽ ആറ്റബർഗ്സ് മെത്തേഡ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ആണ്. എന്തായിരിക്കാം അതിലൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? മണ്ണിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും അല്ലേ. ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഡിഫോർമേഷൻ വന്ന് സംഭവിക്കും. ലോഡ് വരുന്ന സമയത്ത് അത് ഡിഫോം ചെയ്യും, ചെറിയ രീതിയിൽ ഡിഫോം ചെയ്യും. വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ഡിഫോർമേഷൻ പോലെ പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് പോകും. അപ്പൊ ഈ ഒരു ലിക്വിഡ് ലിമിറ്റ് ഏത് ലിമിറ്റിൽ വരെയാണ് ഈ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ഈ ആറ്റബർഗ്സ് ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന 3 പോയിന്റ്, ഒന്ന് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ്. ഷ്രിങ്കേജ് ലിമിറ്റ് ഈസ് ദ മിനിമം വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ദ മാക്സിമം മോയ്സ്ചർ കണ്ടന്റ് ഇൻ വിച്ച് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ്. കംപ്ലീറ്റ് സാച്ചുറേറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ലോവസ്റ്റ് വാട്ടർ കണ്ടന്റ് വേണം, ഇതാണ് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ വാട്ടർ കണ്ടന്റ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാച്ചുറേഷൻ ആയി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് വെള്ളം ആഡ് ചെയ്താലും സാച്ചുറേറ്റഡ് തന്നെയാണ്, പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ മിനിമം വാട്ടർ കണ്ടന്റ് തന്നെ അത് കംപ്ലീറ്റ് സാച്ചുറേറ്റഡ് ആവും. ദാറ്റ് ഈസ് ദ ഷ്രിങ്കേജ് ലിമിറ്റ്. നെക്സ്റ്റ് ഈസ് ദ ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ദ മിനിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ സ്റ്റാർട്ട്സ് ഫ്ലോയിങ്. എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിഫോർമേഷൻ സംഭവിക്കുന്നു. അതുവരെ വെള്ളം ആഡ് ചെയ്താൽ ഡിഫോർമേഷൻ മണ്ണിന് മൊത്തം ഒരു ചളി എഫക്റ്റ് വരുന്നില്ല. വെള്ളം അവിടെ ഉണ്ടാവും, അത് ഡ്രെയിൻ ചെയ്ത് പോകും, അല്ലെങ്കിൽ അതിൽ അബ്സോർബ് ചെയ്യും എന്ന് മാത്രം. വീണ്ടും വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുന്ന സമയത്ത് ഈ സോയിലിന് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിഫോർമേഷൻ വരും, ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ ലിക്വിഡ് ലിമിറ്റ്. ഇനി വീണ്ടും വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കുന്നു? വി വിൽ ബി റീച്ചിങ് എ പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റേജ് എത്തുന്നു. പെർമനന്റ് ഡിഫോർമേഷൻ ഉണ്ടാവുന്നു ഈ സോയിലിന്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ ലിക്വിഡ് ലിമിറ്റ് വന്നു, വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു.
ഈ രണ്ട് ലിമിറ്റിന്റെ ഇടയിലുള്ള ഡിഫറൻസ്, that is known as the plasticity index. It is the numerical difference between the liquid and plastic limit. ആ ഒരു സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി വാട്ടറിലായിരിക്കും ദ സോയിൽ ഇസ് ഇൻ ദ പ്ലാസ്റ്റിക് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇൻഡിസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തത് ഈ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇതാണ് ഇൻഡിസസ് അല്ലെങ്കിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് എ സോയിൽ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദ സോയിൽ. ജനറലി ലാറ്ററൈറ്റ് സോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സോയിലാണ്. ദെൻ റെഡ് സോയിൽ, കുറച്ചുകൂടി ചെമ്മണ്ണ് എന്ന് നമ്മൾ പറയുന്ന സാധനം. ദെൻ ഡിസേർട്ട് സാൻഡ്, സാധാരണ മണലിലേക്ക് കുറച്ചുകൂടി സാൻഡ് കണ്ടന്റ് കൂടുതലായിട്ടുള്ളത്. ഇത് നമുക്ക് സാധാരണ ഈ കടലിനോട് ബീച്ചിനോട് ചേർന്ന പോർഷനിലൊക്കെ ആയിരിക്കും സാധാരണ ഈ രീതിയിലുള്ള ഒരു സോയിൽ കാണാം. ദെൻ അലൂവിയൽ സോയിൽ, ഒരു ചെറിയൊരു ചളി പോലത്തെ സാധനമാണ്. ദെൻ ക്ലേ ഇൻക്ലൂഡിങ് ബ്ലാക്ക് കോട്ടൺ സോയിൽ, കംപ്ലീറ്റ്ലി ക്ലേ സോയിലാണ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ. ഇനി നേരത്തെ പറഞ്ഞ സോയിൽ ഗ്രേഡിംഗ് പറഞ്ഞല്ലോ. അപ്പൊ ആ ഗ്രേഡിങ്ങിന്റെ ബേസിൽ നമുക്ക് സോയിലിനെ പ്രധാനമായിട്ടും ഗ്രേവൽ, സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ എന്ന രീതിയിൽ മാറ്റാൻ പറ്റും. ഇതിൽ 2 mm വരെ സൈസ് ഉള്ളതാണ് ഗ്രേവൽ സോയിൽ. 2 mm മുതൽ 0.06 mm വരെ ഗ്രെയിൻ സൈസ് വരുന്നത് സാൻഡിൽ വരും. 0.06നും 0.002ന്റെ ഇടയിൽ സിൽറ്റ്, 0.002ന്റെ ഇടയിൽ താഴെ, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ 75 മൈക്രോണിന് താഴെ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ക്ലേ. ഇസ് ദ സോയിൽ ഗ്രേഡിംഗ്. ഇവിടെ കണ്ടു ഓരോന്നിന്റെ നേരത്തെ പറഞ്ഞ ആ ഗ്രാഫ് പ്രകാരമുള്ള. ഇതിൽ ക്ലേ പാർട്ടിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ചൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. ക്ലേ പാർട്ടിക്കലിന് ഒരു ഒട്ടലുണ്ടാവും. അത്ര സ്റ്റിക്കി അല്ലാത്തതാണ് ഈ സിൽറ്റ് എന്ന് പറയുന്നത്. ചെറിയ നനവുണ്ടാവില്ല, പക്ഷെ പൊടി പോലെ ആയിരിക്കും. ദാറ്റ് ഇസ് എ സിൽറ്റ്. ക്ലേ കുറച്ചുകൂടി വാട്ടർ കണ്ടന്റ് ഉണ്ടാവും, ഒരു സ്റ്റിക്കി. അപ്പോൾ സാധാരണ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മണ്ണാണ് ശരിയായ ഒരു ക്ലേ എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത്, പശിമയുള്ള മണ്ണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടെസ്റ്റ്സ് ഓൺ ദ സോയിൽ. സോയിലിൽ നമുക്ക് പ്രോപ്പർട്ടി കണ്ടുപിടിക്കണം എന്ന് നേരത്തെ പറഞ്ഞു. പ്രധാനമായിട്ട് വേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് പറഞ്ഞ സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. എങ്ങനെയാണ് സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുക എന്നതാണ് ഇനി നോക്കുന്നത്. അതിന് 3 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണുള്ളത്. വൺ ഈസ് ദ ഷിയർ ടെസ്റ്റ്, ദ അതർ വൺ ഈസ് ദ ബെയറിംഗ് ടെസ്റ്റ് ആൻഡ് ദെൻ പെനിട്രേഷൻ ടെസ്റ്റ്. ഷിയർ ടെസ്റ്റിൽ ചെയ്യുന്നത് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് ഷിയറിംഗ് എങ്ങനെ സംഭവിക്കുന്നു, എത്രത്തോളം ഷിയർ ഫെയിലർ ഉണ്ടാവാം എന്നതാണ്. ഷിയർ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. നമുക്ക് അങ്ങനെയല്ലേ പഠിച്ചത് ആദ്യം. ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് ആണ് ഷിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ സോയിലിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ ആയിരിക്കും. അപ്പോൾ വെർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടലി ഉണ്ടാവുന്ന ഡിഫോർമേഷൻ ടെസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഷിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ബെയറിംഗ് ടെസ്റ്റ്. ബെയറിംഗ് ടെസ്റ്റിൽ വെർട്ടിക്കൽ ലോഡിൽ എത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതിന്റെ വേറൊരു ചെറിയ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റാണ് പെനിട്രേഷൻ ടെസ്റ്റുകൾ, CBR, കോർ പെനിട്രേഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെറിയ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഷിയർ ടെസ്റ്റ് ആണ്. ഷിയറിംഗ് സംഭവിക്കുന്നു. നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടൽ ആയിട്ടുണ്ടാവുന്ന സോയിലാകുമ്പോൾ ഹൊറിസോണ്ടലി ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ ലോഡ് ആക്ടിങ്. There are 3 tests ആണ് സാധാരണ ഉള്ളത്. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, then triaxial compression and unconfined compression test. ഇതിൽ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൽ വെർട്ടിക്കൽ ലോഡ് is applied and horizontal pull is caused to produce horizontal displacement. നേരത്തെ നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൊറിസോണ്ടലി ഒരു ഡിഫ്ലക്ഷൻ സാധ്യത ഉണ്ട്. ദാറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ പുൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഗ്രാഫ് is plotted for the maximum horizontal shear stress against vertical stresses. വെർട്ടിക്കൽ സ്ട്രെസ് എത്ര കൊടുക്കുന്നു അതിനനുസരിച്ച് ഹൊറിസോണ്ടൽ സ്ട്രെസ്സും വരയ്ക്കുന്നു. എന്നിട്ട് ഫ്രം ദാറ്റ് കൊഹഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഇന്റർണൽ ഫ്രിക്ഷൻ ആർ ഫൗണ്ട്. കൊഹഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ലൈൻ എവിടെയാണ് y ആക്സിസ് മീറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ദ കൊഹഷൻ. ഇത് ഈ ആംഗിൾ ഓഫ് ഇന്റർണൽ ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ പിന്നെ സ്ട്രെങ്ത് കാൽക്കുലേഷൻ ആവശ്യമുള്ള 1-2 കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ട്രയാക്സിയൽ കംപ്രഷൻ ടെസ്റ്റ്. ഈ ട്രയാക്സിയൽ കംപ്രഷൻ ടെസ്റ്റിൽ
our aim is to determine the shear strength of soil under lateral confinement. നേരത്തെ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് വളരെ സിമ്പിൾ ടെസ്റ്റ് ആണ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഒരു സിലിണ്ടർ സാമ്പിളിൽ വെർട്ടിക്കൽ ലോഡ് മാത്രം, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റിന് ഇതിന് സാധ്യതയില്ല, കൺഫൈൻ ചെയ്യുന്നു. രണ്ട് സൈഡിലും അല്ലെങ്കിൽ ചുറ്റും ഈ സിലിണ്ടർ സാമ്പിളിന്റെ ചുറ്റുഭാഗത്തും കൺഫൈൻ ചെയ്തിട്ടാണ് വെർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലേറ്ററൽ കൺഫൈനിങ് പ്രഷർ ഈസ് പ്രൊവൈഡഡ് ദർ ത്രൂ ഫ്ലൂയിഡ് പ്രഷർ. ഇത് ചെയ്യുന്നത് ഡിഫറെന്റ് ലാറ്ററൽ സ്ട്രെസ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫെയിലർ കണ്ടുപിടിക്കുന്നു. ലാറ്ററൽ സ്ട്രെസ് ഹൊറിസോണ്ടൽ ആയിട്ടുണ്ടാവുന്ന ആ ടൈറ്റ്നെസ് അത് പല രീതിയിൽ പല പ്രഷറിലും നോക്കിയിട്ട് മാക്സിമം വെർട്ടിക്കൽ ലോഡിൽ ഉണ്ടാകുന്ന ഫെയിലർ കണ്ടുപിടിക്കുന്നു. അഗൈൻ ഫ്രം ദ ഗ്രാഫ് വി വിൽ ബി ഗെറ്റിംഗ് കോഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ലോഡ് ഉണ്ടാവും, ലേറ്ററൽ കൺഫൈൻമെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടെസ്റ്റിൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് പോസിബിൾ ആണ്, ഇവിടെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് പോസിബിൾ അല്ല. ഈ ഒരു ടെസ്റ്റ് നെക്സ്റ്റ് ഇസ് അൺകൺഫൈൻഡ് കമ്പഷൻ ടെസ്റ്റ്. ഇത് ട്രൈആക്സൽ ടെസ്റ്റിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺഫൈനിങ് പ്രഷർ 0 ആക്കി മാറ്റുന്നു. ഹൊറിസോണ്ടൽ കൺഫൈൻമെന്റ് ഇല്ല, വെർട്ടിക്കൽ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ആക്സൽ കമ്പൻസേഷൻ ഓൺലി ഈസ് അപ്ലൈഡ്. അപ്പോൾ അതിന്റെ ഫെയിലർ ഉണ്ടാവുന്ന ആക്സൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സാധാരണ ഈ ടെസ്റ്റ് കോസീവ് സോയിൽ ആൻഡ് മെറ്റീരിയൽ ഹാവിംഗ് ഹൈ വാല്യൂ ഓഫ് കോഷൻ, കൂടുതൽ പശിമുള്ള മണ്ണിലാണ് സാധാരണ ഈ ടെസ്റ്റ് ഉപയോഗിക്കുക. കൂടുതൽ പശിമുള്ളത്, അപ്പോൾ വെർട്ടിക്കൽ ഫെയിലർ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അവിടെ സാധ്യതയല്ല എന്ന രീതിയിലാണ് അൺകൺഫൈൻഡ് കമ്പഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടെസ്റ്റ് ഈസ് ദ ബെയറിംഗ് ടെസ്റ്റ്. ബെയറിംഗ് ടെസ്റ്റിൽ ഒരു ഇൻസിറ്റു ടെസ്റ്റ് ആണത്, സൈറ്റിൽ ചെയ്യുന്നതാണ് ഇവിടെ ഈ ബെയറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ചെയ്യുന്നത് പ്ലേറ്റ് ബെയറിംഗ് ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ പ്ലേറ്റിലേക്ക് ഒരു സ്ഥലത്തൊരു എവിടെയാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആ ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒരു ചെറിയൊരു പ്ലേറ്റ്, ഒരു സ്റ്റാൻഡേർഡ് സൈസിൻ്റെ ആ പ്ലേറ്റ് വെക്കുന്നു. അതിലേക്ക് ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്നു. ഈ ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്യുന്നു ആ സൈറ്റിൽ ഉണ്ടാവുന്നത്. The compressive stress is applied to the soil or pavement through rigid plates of relatively large size, and deflections are measured for various stress values. Different load values corresponding ആയിട്ടുള്ള deflection കണ്ടുപിടിക്കുന്നു. And test is continued till a settlement of 1.75 mm is reached. 1.75 mm deflection ഉണ്ടാവുന്ന വരെ ലോഡ് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഗ്രാഫ് വരയ്ക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് മീൻ ബെയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുന്നു. ഇനി there is a constant known as modulus of subgrade reaction. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. that is the pressure per unit deformation. യൂണിറ്റ് ഡിഫോർമേഷന് വേണ്ടുന്ന പ്രഷർ ഈ ഗ്രാഫിൻ്റെ അകത്ത് കിട്ടും. ഇത് ഈ മോഡുലസ് ഓഫ് അപ്ഗ്രേഡ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വെസ്റ്റഗേർഡ്സ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു അനാലിസിസ് ഉണ്ട്. സിമന്റ് കോൺക്രീറ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ പേയ്മെന്റിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അനാലിസിസ് ആണ്. അതിൽ ഈ ഒരു വാല്യൂനനുസരിച്ചാണ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ പ്ലേറ്റ് ബെയറിംഗ് ടെസ്റ്റ്. ഇതാണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. ഇവിടെ ഇത്രയും ലോഡ് കൊടുക്കുന്നു, ഈ വെർട്ടിക്കൽ ഡയൽ ഗേജ് ഉണ്ടാവും ഇവിടെ, ഈ ഡിഫ്ലക്ഷൻ ഇത്രയും കണ്ടുപിടിക്കുന്നു. ഇതാണ് ബെയറിംഗ് പ്ലേറ്റ്, ഇത്രയും ചെറിയ ബെയറിംഗ് പ്ലേറ്റ് ആണ്. ഓക്കെ, ദിസ് എ സൈ ഓൺ ഇൻ സിറ്റു മെത്തേഡ് ആണ്. ഇത് എക്സാമ്പിൾ നിങ്ങൾക്കാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും അല്ലെ, കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ ഇതുപോലെ സിമെന്റ് അല്ലെങ്കിൽ സാൻഡ് ബാഗ് നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണാം. ഇതാണ് ആ ടെസ്റ്റ്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ചെറിയ സ്ഥലത്താണ് ആ റീഡിങ് എടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ പെനിട്രേഷൻ ടെസ്റ്റ്. ഇത് ഇൻസിറ്റു സൈറ്റിൽ അതായത് സൈറ്റിൽ നമ്മൾ ചെയ്യുന്ന പെനിട്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെയറിംഗ് പ്ലേറ്റ് ടെസ്റ്റ്. അതേപോലെ ലാബിൽ ചെയ്യാൻ പറ്റും ചെറിയ രീതിയിൽ. ദാറ്റ് ഇസ് എ സ്മോൾ സ്കെയിൽ ബെയറിംഗ് ടെസ്റ്റ് ആണത്. അത് രണ്ട് തരത്തിലാണ്, കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ ടെസ്റ്റും ആൻഡ് കോൺ പെനിട്രേഷൻ ടെസ്റ്റും. ഇവിടെയും ചെയ്യുന്നത് ഇതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക ചെയ്യുന്ന ഫോർ എ പർട്ടിക്കുലർ ലോഡഡ് ഏരിയ. പക്ഷെ ഇവിടെ ലോഡഡ് ഏരിയ ലാബിൽ വളരെ ചെറുതായിരിക്കും എന്ന് മാത്രം, മറ്റേ സൈറ്റിൽ കുറച്ചുകൂടി വലിയൊരു പ്ലേറ്റിലായിരിക്കും ചെയ്യുന്നത്. ദെൻ കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ ടെസ്റ്റ് മാത്രം നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ കാലിഫോർണിയ ഡിവിഷൻ ഓഫ് ഹൈവേ ഫോർ ക്ലാസിഫൈങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ സോയിൽ സബ്ഗ്രേഡ് ആൻഡ് ബേസ് കോഴ്സ് മെറ്റീരിയൽസ് ഫോർ ഫ്ലെക്സിബിൾ പേയ്മെന്റ്. ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിസൈൻ വേണ്ടിയാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. Then CBR is a measure of resistance of a material to penetration of standard plunger under controlled density and moisture condition.
ഒരു റെസിസ്റ്റൻസ് ആണിത്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ഇൻ റീമോൾഡഡ് ഓർ അൺഡിസ്റ്റർബ്ഡ് സോയിൽ. ഒന്നുകിൽ സാമ്പിൾ സ്പെസിമെൻ സിലിണ്ടറിക്കൽ സ്പെസിമെൻ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് ലാബിൽ കൊണ്ടുപോയി ചെയ്യുന്നു, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുപോയി അവിടെ സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആക്കി മാറ്റിയതിനു ശേഷം ടെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇൻസ്ട്രുമെന്റ്. ഇവിടെ സാമ്പിൾ ഇവിടെ വെക്കുന്നു, ഈ ഒരു സ്ഥലത്ത് സാമ്പിൾ വെക്കുന്നു, ലോഡ് അപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഡയൽ ഗേജിൽ റീഡിംഗ് കിട്ടുന്നു. ഓക്കെ. It is a penetration test wherein a standard piston of 50 mm diameter is used to penetrate the soil at a standard rate of 1.25 mm per minute. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ എക്സ്പ്ലനേഷൻ ചോദിക്കാം, ഹൗ എ CBR ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ അതിന്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് ഒക്കെ, സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസും വാല്യൂസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു 12.5 mm വരെ ഡിഫ്ലക്ഷൻ വരുന്ന രീതിയിൽ ലോഡ് കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെനിട്രേഷൻ നോട്ട് ചെയ്യുന്നു, ഒരു ലോഡ് പെനിട്രേഷൻ ഗ്രാഫ് വരയ്ക്കുന്നു. ആ ഗ്രാഫിൽ നിന്നും 2.5 mm 5 mm പെനിട്രേഷന് വേണ്ട ബെയറിംഗ് വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ ബെയറിംഗ് വാല്യൂവിനെ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് CBR റേഷ്യോ കിട്ടുന്നത്, CBR വാല്യൂ കിട്ടുന്നത്. ഇവിടുത്തെ ലോഡ് കണ്ടുപിടിക്കുന്നു. ഈ ലോഡ് ഒരു സ്റ്റാൻഡേർഡ് ലോഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുകയാണ് CBR വാല്യൂ. ഓക്കെ. അപ്പോൾ ഇതാണ് ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് സ്പെസിമെൻ കാണാം. ഇങ്ങനൊരു സ്പെസിമെൻ ഉണ്ട്, ഇത് വേറെ സ്പെസിമെൻ. ചിലപ്പോൾ ഈ രണ്ട് ഗ്രാഫ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചില സ്പെസിമെൻ്റെ കേസിൽ ഇനീഷ്യലി ഒരു കോൺകേവ് ഷേപ്പ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഈ ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന 0 തന്നെയാണ്, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. പക്ഷെ ഇവിടെ എല്ലാ സ്ഥലത്തും കോൺവെക്സ് ആണ്. പക്ഷെ ഇവിടെ ഈ ഒരു ഗ്രാഫ്, സെക്കൻഡ് ഗ്രാഫിൽ ഇത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഇതിന് ഏറ്റവും ഒരു സ്ഥലം, ഒരു ഇവിടെ മാക്സിമം ടാൻജന്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. ആ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ ഒറിജിൻ കൺസിഡർ ചെയ്യുന്നത്. ഈ സെക്കൻഡിന്റെ കേസിൽ ജസ്റ്റ് ഗ്രാഫ് ഒന്ന് വലത്തോട്ട് മാറുന്നു, ഒറിജിൻ വലത്തോട്ട് മാറുന്നു എന്ന് മാത്രം. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ ഇവിടെ വരുന്ന റീഡിങ്ങിൽ വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം. അപ്പോൾ ഇതിനെ കറക്ഷൻ ഫോർ ദ ഒറിജിൻ എന്ന് പറയും, കറക്ഷൻ ഇൻ CBR എന്ന് പറയുന്നു. ചെയ്യുന്നത് എന്താണ്, ചില സമയങ്ങളിൽ ഇനീഷ്യലി ഒരു കോൺകേവ് അപ്വേർഡ് ആയിരിക്കും ഉണ്ടാവുക. ഇതിന് കറക്ഷൻ അപ്ലൈ ചെയ്യുന്നു ബൈ ഡ്രോയിങ് എ ടാൻജന്റ് ടു ദ കർവ് അറ്റ് ദ പോയിന്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് സ്ലോപ്പ് ആൻഡ് ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ ഇവിടെ നിന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2.5 ഒറിജിൻ എത്തിയതെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ എടുക്കുന്ന എല്ലാ റീഡിങ്ങിലും, ഈ ഗ്രാഫിൽ എല്ലാ റീഡിങ്ങിലും 2.5 കുറച്ചുള്ളതായിരിക്കും അവിടുത്തെ വാല്യൂ എക്സ് ആക്സിസിൽ, അല്ലേ? സോ ദാറ്റ് ഈസ് ദ കറക്ഷൻ ഇൻ ദ CBR. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ 2.5 mm അല്ലെങ്കിൽ 5 mm വേണ്ട ഡിഫ്ലക്ഷന് വേണ്ട ലോഡ് എത്ര എന്നുള്ളത് ടെസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ദ PT, ദ കറക്റ്റഡ് ടെസ്റ്റ് ലോഡ് കറസ്പോണ്ടിങ് ദ കോഷ്യന്റ് പെനിട്രേഷൻ ഫ്രം ദ ലോഡ് പെനിട്രേഷൻ ഗ്രാഫ്. ദെൻ PS എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലോഡാണ്. ഇതേപോലെ ഒരു സാമ്പിളിന് 2.5 mm പെനിട്രേഷൻ വേണ്ട സ്റ്റാൻഡേർഡ് സാമ്പിളിന് വേണ്ട ലോഡ്, അത് ഓൾറെഡി സ്റ്റാൻഡേർഡ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2.5 ആണെങ്കിൽ 1370 കിലോഗ്രാമും 5 mm ആണെങ്കിൽ 2055 കിലോഗ്രാമും. അപ്പോൾ PT/PS into 100, that will give the CBR value. So this is the test procedure and calculation. Okay. ഇനി നമുക്ക് ഇതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഗ്രാഫ് വരച്ചിട്ട് CBR വാല്യൂ കണ്ടുപിടിക്കണം. അത് പ്രോബ്ലത്തിന്റെ പകുതി മാത്രമേ ആവുന്നുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ പേയ്മെന്റിന്റെ തിക്നെസ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ CBR വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഗ്രാഫിൽ നിന്ന് തിക്നെസ് നമുക്ക് കിട്ടും. ഇത്ര വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇവിടെ ഈ ഒരു ഗ്രാഫ് വരയ്ക്കൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ സുഖമായിട്ട് ഫുൾ മാർക്ക് വാങ്ങാം. ഓക്കെ. അപ്പോൾ ഈ തന്ന ക്വസ്റ്റ്യനിൽ പെനിട്രേഷൻ നമ്മൾ വരയ്ക്കുന്നത് X ആക്സിസിലാണ്. കറസ്പോണ്ടിങ് ഡയൽ ഗേജ് റീഡിംഗ് ഇൻ ദ Y ആക്സിസ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് X ആക്സിസിൽ 0.5, 0.0, 0.5, 0.1 അങ്ങനെ വരയ്ക്കുന്നു. പിന്നെ Y ആക്സിസിൽ ഈ റീഡിങ്സ് വരയ്ക്കുന്നു. രണ്ട് സ്പെസിമെനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ Y ആക്സിസിൽ ഈ ഡയൽ ഗേജ് റീഡിംഗ് കൊടുക്കുന്നു. നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടുന്നു വിചാരിച്ചു. രണ്ടാമത്തത് ഇങ്ങനെയും കിട്ടിയെന്ന് വിചാരിച്ചു. ഓക്കെ. ഇത് ഗ്രാഫ് വരയ്ക്കുന്നതിലാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ദ ലോഡ് പെനിട്രേഷൻ കർവ് ഫോർ ദ സ്പെസിമെൻ 1 is, ഇതാണ് 1. ഈ 1ൽ വലിയ കുഴപ്പമില്ല, ഇവിടെ കൃത്യമായിട്ട് 0ൽ എത്തുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ CBR വാല്യൂയിലേക്ക് എത്തുക എന്നുള്ളത് നോക്കാം. ഇനി ഇവിടെ നമ്മൾ പ്രൂവിങ് ഡയൽ റീഡിംഗ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ ലോഡിലേക്ക് എത്തും? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 ഡിവിഷൻ എന്ന് പറയുന്നത് 190 കിലോഗ്രാം ആണ്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ലോഡ് ഡയൽ റീഡിംഗ് കറസ്പോണ്ടിങ് 2.5 mm പെനിട്രേഷൻ 2.5 mm പെനിട്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ എത്രയാണ് നോക്കാം. ദാറ്റ് ഈസ് അറൌണ്ട് 34 ഡിവിഷൻസ് ആണ്. 34 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം വരും? 190 കിലോഗ്രാമിന് 100 ഡിവിഷൻ ആണ്. അങ്ങനെ 34 ഡിവിഷന് 190/100 ഇൻറ്റു 34 ദാറ്റ് ഈസ് 64.6 കിലോഗ്രാം കിട്ടും. അപ്പോൾ CBR വാല്യൂ എന്തായിരിക്കും? ഇത് 64.6/1370 സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് ഇൻറ്റു 100. ദാറ്റ് വിൽ ബി ഗീവ് ദ CBR പെർസെൻറ്റേജ് 4.7. ഇനി ഇതേ സ്പെസിമെൻ തന്നെ 5 mm പെനിട്രേഷൻ എന്തായിരിക്കും നോക്കാം. ഇതിൻ്റെ 5 mm പെനിട്രേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ദിസ് ഈസ് ദ 5 mm പെനിട്രേഷൻ. ഈ സ്ഥലത്തെ വാല്യൂ ഈസ് അറൌണ്ട് 48 സംതിങ് ആണ്. അപ്പോൾ 48 റീഡിംഗ് വരുമ്പോൾ എത്ര ലോഡ് വരും? 48 ഇൻറ്റു 190/100 ദാറ്റ് വിൽ ബി ദ റീഡിംഗ് ഫോർ ദാറ്റ്. ദാറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ നേരത്തെ കണ്ട 2055 ഫോർ 5 mm പെനിട്രേഷൻ. അപ്പോൾ അവിടെയും പെനിട്രേഷൻ വാല്യൂ കിട്ടി, പെർസെൻറ്റേജ് കിട്ടി. സോ ഇതിൻ്റെ പെനിട്രേഷൻ വാല്യൂ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 2.5 mm വാല്യൂ ആയിരിക്കും ഹൈ ഉണ്ടാവുക. അപ്പോൾ ആ വാല്യൂ എടുക്കുന്നു. സോ ദാറ്റ് വിൽ ബി 4.7 mm, 4.7%. ദാറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് സ്പെസിമെൻ. ഇനി സെക്കൻഡ് സ്പെസിമെനിൽ ചെയ്യുന്നു. സെക്കൻഡ് സ്പെസിമെൻ അതേപോലെ തന്നെ നോക്കുന്ന സമയത്ത് സെക്കൻഡ് സ്പെസിമെൻ ഇങ്ങനെയാണ്. ഇനീഷ്യൽ ഒരു കോൺകേവ് പോർഷൻ വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒറിജിനെ ഇവിടേക്ക് മാറ്റുന്നു. ഒറിജിൻ ഇവിടേക്ക് മാറ്റി. ഇവിടേക്ക് മാറ്റുന്ന സമയത്ത് 2ലേക്ക് എത്തി ഏകദേശം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന കറസ്പോണ്ടിങ് വാല്യൂസ് എല്ലാം അതിനനുസരിച്ച് കുറവ് വരുത്തണം. അപ്പോൾ 2.5 mm പെനിട്രേഷൻ എന്ന് പറയുന്നത് 2.5 ഇവിടുന്ന് 2.5 എടുക്കണം. അപ്പോൾ ഏകദേശം 4.5 വരും. കണ്ടോ, ഈ 4.5 വരുന്ന പെനിട്രേഷൻ വാല്യൂ നോട്ട് ചെയ്യുന്നു. 2.5 mm വേണ്ടിയിട്ടുള്ള പെനിട്രേഷൻ വാല്യൂ ആൻഡ് ദാറ്റ് ഈസ് അറൌണ്ട് 32.5 കിട്ടി. കുറച്ചൊന്ന് മാറി ഇങ്ങോട്ട് അല്ലേ. അങ്ങനെ ഈ രണ്ട് വാല്യൂസ് എടുക്കും. CBR പോലെ 5 mm പെനിട്രേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നു അറൌണ്ട് 47 ആണ്. ഇവിടെ കിട്ടുന്നു 47. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെയും 2.5 mm പെനിട്രേഷനിൽ CBR 4.5 ആൻഡ് 5 mm 4.3 കിട്ടി. അപ്പോൾ ഇതിൽ വെച്ച് നോക്കുന്ന സമയത്ത് 4.5 ആണ് CBR ഫോർ ദ സ്പെസിമെൻ 2. അപ്പോൾ സ്പെസിമെൻ 2ന് ഈ വാല്യൂ കിട്ടി, സ്പെസിമെൻ 1ന് നേരത്തെ കിട്ടിയ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ട് സ്പെസിമെൻ 2 വാല്യൂ കിട്ടി, നമ്മൾ എടുക്കുക ആവറേജ് വാല്യൂ. സോ ആവറേജ് വാല്യൂ ഫോർ ദ സോയിൽ സാമ്പിൾ വിൽ ബി 4.7 പ്ലസ് 4.5/2 ദാറ്റ് ഈസ് 4.6%. ഓക്കെ, സോ ദിസ് ഇസ് ദ കാൽക്കുലേഷൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വളരെ സിമ്പിളാണ്. നമ്മൾ ഗ്രാഫ് വരയ്ക്കലും അതിൻ്റെ അകത്ത് നിന്ന് റീഡിംഗ് എടുക്കലും മാത്രമേ ഉള്ളൂ അറിയാനുള്ളത്. അതൊന്ന് ശരിക്കും ഈ തന്ന പ്രോബ്ലം ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണിത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യുക, ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ കൺഫ്യൂഷൻ തീരുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കൺഫ്യൂഷൻ ഉള്ള സാധ്യതയുള്ളൊരു ഏരിയ ആണിത്. വളരെ സിമ്പിളാണ്, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ് ആൻഡ് ദെൻ സീ. ഓക്കെ, സോ ബൈ ദാറ്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടിയിലെ സോയിലിൻ്റെ ടോപ്പിക്സ് എല്ലാം ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ബൈ.